ഹലോ, ഞാൻ ടാണിയ ജോയൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പുതപ്പും. ഇത് നല്ല തിക്കായിട്ടുള്ള കോട്ടൺ പുതപ്പാണ്. ഇതും നല്ല തിക്കായിട്ടുള്ള കോട്ടൺ പുതപ്പാണ്. സിംഗിളും അവൈലബിൾ ആണ്, ക്യൂൺ സൈസിലും അവൈലബിൾ ആണ്. ഇതിങ്ങനെ നല്ല ഭംഗിയായിട്ട് ഉരുണ്ടാട്ടോ ഇരിക്കുന്നത്. ഇതിപ്പോ നല്ല രസമില്ലേ കാണാൻ. അപ്പൊ നമ്മൾ ഇത് അയക്കുമ്പോൾ ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരും. അത് തന്നെയുമല്ല, ഈ ഉരുണ്ടിരിക്കുന്നത് നമ്മൾ മടക്കിയേ തരത്തുള്ളൂ കേട്ടോ. ഉരുണ്ടോലെ വരണം എന്നൊന്നും വാശി പിടിക്കരുത് കേട്ടോ. അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു പുതപ്പാണ്. നല്ല തിക്കായിട്ടുള്ള പുതപ്പാണ്, സോഫ്റ്റ് ആയിട്ടുള്ള പുതപ്പല്ല, നല്ല തിക്കായിട്ടുള്ള പുതപ്പാ. ഇപ്പൊ മഴയത്ത് പുതച്ച് കിടക്കാൻ പറ്റുന്ന ഒരു നല്ല പുതപ്പാ, പിന്നീട് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് ഇതുപോലത്തെ വാഷ് ബേസിന്റെ സൈഡിലുള്ള ടവലും ബാത്ത് ടവലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോ നമുക്ക് ബാത്ത് ടവൽ ആയിട്ട് യൂസ് ചെയ്യാം, വാഷ് ബേസിന്റെ സൈഡിലും ആയിട്ട് യൂസ് ചെയ്യാം. ഇതിന് വളരെ വ്യത്യാസമുള്ള കളേഴ്സും വേറെ വേറെ കളേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. ഹാൻഡ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. നോക്കിയേ എന്ത് രസമാണെന്ന് നോക്കി. ഇതിന്റെ പല തരത്തിലുള്ള എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടർക്കി ടവലാണ് കേട്ടോ. സാധാരണക്കാളും കൂടുതൽ പ്രീമിയം ആയിട്ടുള്ള ടർക്കി ടവലാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് 1 പില്ലോ കവർ ആട്ടോ. ഈ ക്യൂൺ സൈസ് ഇങ്ങനെ എപ്പോഴും പറഞ്ഞിട്ടില്ലേ, തലയിൽ ഇങ്ങനെ ക്യൂൺ സൈസ് ആട്ടോ. ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെയല്ല, അതേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് തന്നെ നമ്മൾ പറയും കേട്ടോ. അപ്പൊ ചില വഴക്കാളി പിള്ളേരുണ്ടല്ലോ, അപ്പൊ അവരാണെങ്കിൽ ഏത് സമയം ഒരു കാര്യം പറയത്തുള്ളൂ. അതുപോലെ ഇപ്പൊ ഞാൻ ഈ ക്യൂൺ സൈസിന്റെ കാര്യം പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് 1 പില്ലോ കവർ ആണ്. നല്ല വലിയ പില്ലോ കവേഴ്സ് ആണ്. എന്നിരുന്നാലും ഈ പില്ലോ കവറിന്റെ സൈസ്, ഇന്ന് കാണിക്കുന്ന പില്ലോ കവറിന്റെ സൈസ് നമ്മൾ പ്രത്യേകം മെഷർ ചെയ്ത് നിങ്ങളോട് പറയുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ ഈ ബാക്കിൽ കിടക്കുന്ന കട്ടൻ നല്ലതല്ലേ, ഇതുപോലത്തെ നല്ല കട്ടൻസ് നല്ല 7 ഫീറ്റില് 5 ഫീറ്റില് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഷിയ കർട്ടൻസ് അവൈലബിൾ ആണ്. മാഗ്നിസ്കേപ്സിൽ വന്ന് ഇതെല്ലാം തൊട്ട് നോക്കി വാങ്ങിക്കാം, വെബ്സൈറ്റിൽ വാങ്ങിക്കാം. കൂടുതൽ വർത്താനം പറയുന്നില്ല, അല്ലെങ്കിൽ ഇച്ചിരി വർത്താനം കൂടുതലാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ. അതായത് ഇതൊരു ലൈറ്റ് വെയ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്. ലൈറ്റ് വെയ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ബെഡ്ഷീറ്റ്. ഇത് നല്ല സോഫ്റ്റ് ആണ്. ഇതിൻ്റെ കൂടെ ഒരു വലിയ പില്ലോ കവേഴ്സും ഇതിൻ്റെ കൂടെ അവൈലബിൾ ഉണ്ട്. നമുക്ക് പ്രായ ആൾക്കാർക്കും പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വാഷിംഗ് മെഷീനിൽ കഴുകണ്ടെന്ന് ആഗ്രഹിക്കുന്ന പിള്ളേരൊക്കെ ഹോസ്റ്റലിൽ പോകത്തില്ലേ, അവർക്കും പിന്നെ നമ്മുടെ കോൺവെന്റിലുള്ള സിസ്റ്റേഴ്സിന് അവർക്കൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഇതുപോലെ ഇത് കണ്ട നല്ല പൂക്കളോട് കൂടിയ നല്ല ലൈറ്റ് വെയ്റ്റ് ഷീറ്റ് ആട്ടോ. ഇത് എന്ത് രസമാണെന്ന് നോക്കി. നല്ല വൈറ്റിൽ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്. നിങ്ങൾ അത് അങ്ങനെ തന്നെ മനസ്സിൽ വിചാരിക്കണം, ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, സോഫ്റ്റ് കോട്ടൺ ആണ്, ഇത് കുഞ്ഞു പൂക്കളാണ്. ഞാൻ ഈ പറയുന്ന പോലെ തന്നെയാട്ടോ ഷീറ്റിന്റെ ഡിസ്ക്രിപ്ഷനെ. ഞാനൊരു ഷീറ്റ് തിക്കാന്ന് പറഞ്ഞാൽ ആ ഷീറ്റ് തിക്ക് കോട്ടൺ തന്നെയായിരിക്കും. ലൈറ്റ് വെയ്റ്റ് ആണെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു പില്ലോ കവറാണ് നമ്മുടെ കൂടെ അവൈലബിൾ ആയിരിക്കുന്നത്. യൂഷ്വലി നമുക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് 2 പില്ലോ കവേഴ്സ് ഉണ്ട്. പക്ഷെ ഇന്ന് കാണിക്കുന്ന എല്ലാം ഒരു പില്ലോ കവറേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയാൽ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇത് കാണാൻ. നല്ല രസമില്ലേ, നല്ല ഭംഗിയായിട്ട്. ഇതിൻ്റെയൊക്കെ ചുരിദാർ തയ്ച്ച എന്ത് രസമായിരിക്കും കേട്ടോ. പക്ഷെ ഈ ഒരു തുണിയും കൊണ്ട് ചുരിദാർ തയ്ക്കാൻ പറ്റത്തില്ല. ബെഡ്ഷീറ്റിന്റെ തുണിയും കൊണ്ട് നമുക്ക് ചുരിദാർ തയ്ച്ചാൽ ഭയങ്കര ചീത്തയായിരിക്കും കേട്ടോ. കാരണം രണ്ടിലെയും വീവിങ് വ്യത്യാസമുണ്ട് കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയുവാണേ. എനിക്കിങ്ങനെ കാണുമ്പോൾ ഇതിനെല്ലാം ഇങ്ങനെ തയ്ച്ചിടണം എന്നൊക്കെ മോഹം വരും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് കണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളറ്, അതിൻ്റെ കൂടെ ഒരു വലിയ പില്ലോ കവറ്, സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് 1 പില്ലോ കവറ്. ഇനിയുള്ളത് ഈ ഒരു ഷീറ്റ് ആവട്ടെ. എന്ത് രസമാണെന്ന് നോക്കിയാൽ. നല്ല ഭംഗിയായിട്ടുള്ള സിംഗിൾ ബെഡ്ഷീറ്റ് ആണ്. ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ. നല്ലൊരു വയലറ്റ് കളറ്, അതിൻ്റെ കൂടെ നല്ലൊരു യെല്ലോ കളർ പൂക്കളായിട്ടുള്ള നല്ലൊരു സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് 1 പില്ലോ കവർ കേട്ടോ. നല്ലൊരു വാട്ടർ കളറൊക്കെ പോലെ എൻ്റെ മനസ്സിലുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇത് വീഡിയോയ്ക്കകത്ത് നന്നായി കാണാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ നല്ല, ഞാൻ മുമ്പേ കാണിച്ചതിൻ്റെ ബ്ലൂ കളർ കേട്ടോ. ഈ ഒരു ഷീറ്റ്, ഇന്ന് കാണിച്ച ഷീറ്റ് എല്ലാം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള
സ്റ്റോക്കേ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ. ഞാനത് പ്രത്യേകം എടുത്ത് പറയുക. യൂഷ്വലി നമ്മുടെ കയ്യിൽ ഒരേപോലത്തെ ഒരു 5-6 കാണും. പക്ഷേ ഇപ്രാവശ്യം അത് കൂടുതലും കാണും. പക്ഷേ ഇപ്രാവശ്യം ഇത് ഭയങ്കര ലിമിറ്റഡ് ആണ് കേട്ടോ. നല്ല ലൈറ്റ് വെയ്റ്റ് കോട്ടൺ, നല്ല ഭംഗിയായിട്ടുള്ള സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് 1 പില്ലോ കവേഴ്സ് ആണ് ഇനിയുള്ളത്. ഇത് കണ്ട ഇന്നത്തെ ഷീറ്റ്സ് എല്ലാം ഒത്തിരി നല്ല ഭംഗിയാട്ടോ. എല്ലാ ദിവസവും നല്ലതാ, എന്നാൽ ഇന്ന് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, സോഫ്റ്റ് കോട്ടൺ ആണ്. എല്ലാവർക്കും നമുക്ക് ലൈറ്റ് വെയ്റ്റ് വേണ്ട ആൾക്കാർക്ക്, സിംഗിൾ ബെഡ്ഷീറ്റ് വേണ്ട ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ഇന്ന് ശരിക്കും. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള അടുത്തത്. ഇതെല്ലാം നമുക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കണം കേട്ടോ, എന്നാലേ ഇത് രസമുള്ളേ. നല്ല പിന്നെ നമ്മുടെ വീട്ടിലും പ്രായമുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഈ പഴഞ്ച ഷീറ്റ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയേ, എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. നല്ലൊരു സ്ഥലമൊക്കെയാണ്, പക്ഷേ എന്താണെന്നറിയാമോ, നമ്മൾ പ്രായമായെന്ന് ഓർത്തിട്ടില്ലേ, അവർക്കെല്ലാം ഈ പഴഞ്ചനെടുത്ത് വിരിക്കും. അങ്ങനെ കൊടുക്കാൻ പാടില്ല. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാവരും, നമ്മുടെ പേരൻസ് ഒക്കെ ഏറ്റവും നല്ലതല്ലേ തരുന്നേ. അപ്പൊ നമ്മളും അവർക്കെല്ലാം നല്ലതേ കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും നമുക്ക് നല്ലതെന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ലതെന്നല്ല, ഇപ്പം വയ്യാത്ത ഒരാൾക്ക് ഇങ്ങനെ വൈറ്റൊക്കെ കൊടുക്കുന്ന ഇഷ്ടപ്പാട്, എന്നാലും ഇങ്ങനെ കീറിയ ഷീറ്റ്സ് ഒന്നും കൊടുക്കരുത് കേട്ടോ, അത് നല്ലതല്ല കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരുന്നാലേ നമുക്ക് ഈ ലോകത്തിലെല്ലാം നല്ലതൊക്കെ കിട്ടത്തുള്ളൂ. അല്ലാതെ ഇത് മുഴുവൻ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ കുശുമും കുന്നായ്മയൊക്കെ വെച്ചോണ്ടിരുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ലാത്ത കാര്യമാണ്. അപ്പൊ എല്ലാവരും നന്നായിക്കോട്ടെ, നമുക്ക് എന്താ കുഴപ്പം, നമുക്കുള്ളത് എന്തായാലും തമ്പുരാൻ കൊണ്ടുവരും. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ വെബ്സൈറ്റിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. വെബ്സൈറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, നമുക്ക് വെബ്സൈറ്റിൽ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പം വാട്സപ്പിൽ നമുക്ക് എന്തായാലും അതിനകത്ത് മെയിൽ വരും, എല്ലാം വരും. എന്നിരുന്നാലും വാട്സപ്പിൽ ഒരു മെസ്സേജ് തരണം കേട്ടോ. അപ്പോൾ ഇന്ത്യയിലുള്ള പുറത്തുനിന്നുള്ള ആൾക്കാരെല്ലാവരും വാട്സപ്പിൽ എന്തായാലും മെസ്സേജ് അയക്കും. പക്ഷെ എന്നാലും നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ നമ്മളൊരു മെസ്സേജ് അയക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മാഗ്നിസ്കേപ്സ് വരാനും എളുപ്പമാണ്. മെട്രോപില്ല നമ്പർ 795 മാഗ്നിസ്കേപ്സിന്റെ അവിടെ തന്നെയാണ്, ചെറുപറമ്പ് റോഡ്. നല്ല എളുപ്പമാണ് വരാൻ, നല്ല വിശാലമായ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കണേ. താങ്ക് യു.